നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 15, 16 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് നമ്മൾ ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂൺ 15 രാവിലെ 8:40 AM മുതൽ ജൂൺ 17 രാവിലെ 8:13 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദക്ഷിണയ്ക്ക് പകരമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിൽ മറുപടി പറയുന്നതാണ്. ദയവേത് ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ആദ്യം നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 15-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, 16-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ. അതുപോലെ തന്നെ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. ആദ്യം നമുക്ക് മേടം രാശി നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക. ഗുണാധിക്യമാണ് മേടം രാശിക്ക് ഞങ്ങൾ പറയുന്നത്. ശനിയും ചൊവ്വയും പ്രതികൂലമാണ്, എന്നാലും 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. 3 പാപഗ്രഹങ്ങൾ ഉൾപ്പെടെ സൂര്യൻ പ്രധാനമായിട്ടും അനുകൂലമായിട്ട് വരുന്നു. മിഥുനം രാശിയിൽ, അതായത് ജൂൺ 15 സൂര്യൻ മിഥുന രാശിയിൽ വരുന്നത് ഉച്ചയ്ക്ക് 12:49 PM അപ്പോൾ മേടൻ രാശിക്ക് അത് അനുകൂലമായിട്ട് വരുന്നു. ചന്ദ്രനും അനുകൂലമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഗുണാധിക്യം പറയുന്നത്. ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. മിഥുനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ അനുഭവപ്പെടും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരം ഉണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. മേടൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകീര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ്. സൂര്യൻ പ്രതികൂലാവസ്ഥയിൽ നിന്നും മാറിയിട്ടുണ്ട്. എങ്കിലും അനുകൂലമെന്ന് പറയാൻ പറ്റില്ല. ചൊവ്വ മാത്രമാണ് ഇവിടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ വ്രതമെടുത്ത് മുരുകന് അഥവാ സുബ്രഹ്മണ്യന് വഴിപാടുകൾ നടത്തുക. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. സാങ്കേതിക മികവുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. ശനി അനുകൂലമാണ്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് ശനി. അപ്പോൾ അതിൻ്റെ ഒരു നേട്ടം മാത്രമല്ല, പൊതുവെ ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ പറയുന്നത് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങളാണ്. അത് മാത്രമല്ല, ശനി ഇവിടെ അത്യധികം ഗുണാധിക്യം പകർന്നു നൽകുന്നു. കൂടാതെ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത്. സൂര്യനും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശാരീരിക അസ്വസ്ഥതകളുണ്ടാവാം, തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. പൊതുവെ ഇവർക്ക് സൂര്യനും ശനിയും പ്രതികൂലമായതിനാൽ
തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ട് ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക, ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും അവസരമൊരുങ്ങും. വാഹനലാഭം, പിന്നെ പുതിയ സുഹൃത്തുക്കളെ കിട്ടും. അതുപോലെ തന്നെ ധനവരവ് അസാമാന്യമായിട്ടുണ്ടാവും. ഭൗതിക സുഖങ്ങൾ നേട്ടമുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. അതുകൂടാതെ ഇവർക്ക് ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് ഇവിടെ ഈ ദിവസങ്ങളിൽ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. 12ാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് ചന്ദ്രൻ, സൂര്യൻ, ബുധൻ ഇവ നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ എല്ലാം മാറ്റിവെക്കുക. കഴിവതും മിഥുന മാസത്തിലും കർക്കിടക മാസത്തിലും ഇവർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തരുത്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിതാവിനും സന്താനങ്ങൾക്കൊക്കെ അത്ര നല്ല സമയമായിരിക്കില്ല. കൂടാതെ വ്യാഴം പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ഭൗതിക സുഖങ്ങൾ കുറയും. അതുപോലെ തന്നെ സർപ്പം അഥവാ രാഹു അഷ്ടമത്തിലും സൂര്യൻ പ്രതികൂലമായിട്ട് 12ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ചെറിയ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. ഞായറാഴ്ച അതുപോലെ തിങ്കളാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇവർക്ക് അല്പം ദോഷാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് ഈ 2 ദിവസങ്ങളിൽ. കാരണം ചന്ദ്രൻ ഉൾപ്പെടെ നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. 5 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും 2 പാപഗ്രഹങ്ങളേ ഉള്ളൂ. പക്ഷേ അത് ശാരീരിക മാനസിക അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം. പിന്നെ ഇവർക്ക് ചൊവ്വ എന്തായാലും നമുക്ക് അനുകൂലമായിട്ട് വന്നു നിൽക്കുകയാണ് കർമ്മഭാവത്തിൽ. അതുകൊണ്ട് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ അത്ര വലിയ പൊലിമ നേടാനൊക്കില്ലെങ്കിലും അത്യാവശ്യം ഉയർച്ച പ്രതീക്ഷിക്കാം. കർക്കിടകം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിവതും മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്ര ആദ്യ പാദം. ചിങ്ങം രാശിക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചന്ദ്രൻ, സൂര്യൻ, ബുധൻ ഇവ അനുകൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും ശനി, വ്യാഴം, സർപ്പം, ശിഖി ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നതിനാൽ അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല ഇവർക്ക്. എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. കാരണം ചന്ദ്രൻ്റെ ഒരു ആനുകൂല്യം കാര്യമായിട്ടുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും പൊതുവെ എല്ലാ കാര്യത്തിനും ഒരു തടസ്സം, കാലതാമസമൊക്കെ പ്രതീക്ഷിക്കാം. ശുക്രൻ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഈ ഭൗതിക സുഖങ്ങൾ അല്പസ്വല്പമൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെങ്കിലും പൊതുവെ എല്ലാത്തിനും ഒരു പൊലിമക്കുറവ്, ഒരു പൂർണ്ണത കുറവ് പൊതുവെ അനുഭവപ്പെടാം. ചിങ്ങം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ഇനി കന്നി രാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര അവസാന 2 പാദം. കന്നി രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവരെപ്പറ്റി ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും കാണാൻ ശ്രമിക്കുക. ഇവർക്ക് ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. യന്ത്രസാമഗ്രികൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അപകടങ്ങൾ
കരുതലോടെ കരുതിയിരിക്കുക. തീപ്പൊള്ളൽ ഉണ്ടാവാം, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് ഉണ്ടാവും. 11ാം ഭാവത്തിൽ ശുക്രനും വ്യാഴവും കൂടി ഒന്നിക്കുന്നു. അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. കന്യരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. ഇവർക്ക് ചൊവ്വ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. സൂര്യൻ്റെ പ്രതികൂലാവസ്ഥ താൽക്കാലികമായി ഇവർക്ക് മറികടന്നു. കാര്യം 8ാം ഭാവത്തിലുള്ളത് ഭാഗ്യസ്ഥാനത്തേക്ക് വന്നു. ഗുണം കാര്യമായിട്ടില്ലെങ്കിലും അത്യാവശ്യം ഒരു സൂര്യൻ്റെ പ്രതികൂലാവസ്ഥ കൊണ്ട് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് മാറാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും. പൊതുവെ ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. കൂടാതെ സർപ്പം, ശനി ഇവയൊക്കെ അനുകൂലമാണ്. ഭാഗ്യപരീക്ഷകളിൽ ചെറിയ സാധ്യതയുണ്ട്. ഇവരേർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നു. എങ്കിലും മൊത്തത്തിൽ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങളൊക്കെ തന്നെയാണ് തുലാം രാശിക്ക്. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ചന്ദ്രൻ ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഇവർക്ക് ഗുണ അനുഭവങ്ങൾക്ക് ഒരു പൊലിമ കുറയ്ക്കാനും ഒരു പൂർണ്ണത കുറവ് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. എങ്കിലും ശുക്രനും വ്യാഴവും ഇവർക്ക് 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ചൊവ്വ അനുകൂലമായതിനാൽ നമുക്ക് ഇവർക്ക് വാഹന ലാഭം ഉണ്ടാവും. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തിങ്കളാഴ്ചയും ഞായറാഴ്ചയും വഴിപാടുകൾ നടത്തുക ശിവന്. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് സൂര്യൻ പ്രതികൂലമായിട്ട് വന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ശനിയും വ്യാഴവും സൂര്യനും ഇവിടെ പ്രതികൂലമാണ്. അതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ട് നമ്മൾ ഫലം പറയുന്നു. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ഇവർക്ക് വലിയ നേട്ടങ്ങളൊന്നുമില്ലാത്ത സാധാരണ ദിവസങ്ങളായിട്ട് ഇവ അനുഭവപ്പെടാം. പൊതുവെ ഈ ശനി, സൂര്യൻ, വ്യാഴം തുടങ്ങിയ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളൊക്കെ പ്രതികൂലമാണെന്ന് ഓർക്കുക. അതുകൊണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു കാലതാമസവും പൊലിമക്കുറവും പൂർണ്ണതക്കുറവുമൊക്കെ പൊതുവെ പ്രതീക്ഷിക്കാം. എങ്കിലും ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഇനി മകരം രാശി. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. സൂര്യൻ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് മിഥുനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, സന്താന ഗുണം, അതുപോലെ തന്നെ പിതാവിന് ഐശ്വര്യം ഇവയൊക്കെ അനുഭവപ്പെടാം. അതുപോലെ തന്നെ ശനിയും വ്യാഴവും അനുകൂലമായിട്ട് നിൽക്കുന്നു.
അപ്പോൾ ഇവർക്ക് ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നു. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ മാറ്റം, അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. ഇവർക്ക് ചൊവ്വ പ്രതികൂലമാണ്. അപ്പോൾ മുരുകന് ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ വ്രതമെടുത്ത് വഴിപാടുകൾ നടത്തുക. മകരം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. ചൊവ്വ മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അതേസമയം സർപ്പം, ശിഖി, ശനി, വ്യാഴം ഈ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം തന്നെ പ്രതികൂലമാണെന്ന് ഓർക്കുക. എങ്കിലും 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളായിട്ടാണ്. ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ചെറിയ നേട്ടങ്ങൾ കാണുന്നു. എങ്കിലും പൊതുവെ കുംഭൻ രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്തിട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പ്രണയ സാഫല്യം ഉണ്ടാവും. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഒക്കെ പ്രതീക്ഷിക്കാം. മീനം രാശിക്ക് പൊതുവെ ഞങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് ബ്രഹ്മമുഹൂർത്തം നോക്കാം. 15-16 തീയതികളിൽ രാവിലെ 4:32 AM മുതൽ 5:20 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 15-16 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 15-16 തീയതികളിൽ 11:57 AM മുതൽ 12:47 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 15-16 തീയതികളിൽ രാഹുകാലം 15-ാം തീയതി 7:41 AM മുതൽ 9:15 AM വരെയാണ് രാഹുകാലം 15-ാം തീയതി. 16-ാം തീയതി 3:30 PM മുതൽ 5:03 PM വരെയാണ് 16-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ബ്രഹ്മമുഹൂർത്തത്തിലും അഭിജിത്ത് മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും മന്ത്രജപങ്ങൾക്കും ക്ഷേത്രദർശനങ്ങൾക്കും സമയം കണ്ടെത്തുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 15-6-2026 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 5, 1, 2, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 16-6-2026 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 7, 1, 2, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം. ഇവിടെ ഇപ്പോൾ മഴ തുടങ്ങി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കാനുള്ള സാധ്യത ഒരു നിമിത്തമായിട്ട് ഞാൻ കാണുന്നു. നമസ്കാരം, ശുഭദിനം.